കസ്റ്റേർഡ് കുക്കീസിന് മൈദ, കസ്റ്റേർഡ് പൗഡർ, ബട്ടർ, എഗ്ഗ്, ഷുഗർ പൗഡർ ഇത്രയാണ് വേണ്ടത്. ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് മൈദയാണ് 250 ml കപ്പിൽ. പിന്നെ 3/4 കപ്പ് കസ്റ്റേർഡ് പൗഡർ, 3/4 കപ്പ് ഷുഗർ പൗഡർ, ഒരു പിഞ്ച് ഉപ്പ്. ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ 100 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്, ഓൾമോസ്റ്റ് 3/4 കപ്പ് തന്നെ. ഇതിട്ട് നമ്മൾ നല്ലോണം കുഴച്ചെടുക്കണം. ബട്ടർ ഫുള്ളൊന്ന് മിക്സ് ചെയ്ത ശേഷമാണ് നമ്മൾ എഗ്ഗ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എഗ്ഗ് ഒരെണ്ണം ആഡ് ചെയ്യാം, അല്ലെങ്കിൽ എഗ്ഗ് വൈറ്റ് മാത്രം ആഡ് ചെയ്യാം. ഞാൻ എഗ്ഗാണ് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ഒരു ഇൻഗ്രീഡിയൻസിൻ്റെ ഇത് നല്ലോണം നമുക്ക് കുഴച്ചെടുക്കാം. വാട്ടറിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നല്ലോണം നമ്മൾ കുഴച്ചെടുക്കുക. നമ്മൾ മാവൊക്കെ കുഴക്കുന്ന പോലെ നല്ലോണം കുഴച്ചെടുക്കുക. നിങ്ങൾക്ക് സ്പാച്ചുല മിക്സിങ് ചെയ്തിട്ട് കുഴക്കാം. അപ്പോൾ കയ്യിലൊന്നും ഇത് അധികം ഇങ്ങനെ ഒട്ടിപ്പിടിക്കില്ല. അല്ലെങ്കിൽ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ ബീറ്റർ കൊണ്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ കൈ കൊണ്ട് തന്നെയാണ് കുഴക്കാറ്, ബീറ്റർ യൂസ് ചെയ്യാറില്ല. ബീറ്ററിൻ്റെ വിസ്ക് കൊണ്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മളിത് നല്ലോണം നമ്മുടെ മാവ് കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കുക. നമ്മൾ അടുത്ത് വീഡിയോ എഡിറ്ററുള്ളാരും കുഴപ്പമില്ല. ഇനി നമ്മളിത് പരത്തിയെടുക്കണം. പരത്തുമ്പോൾ നമ്മൾ കൗണ്ടർ ടോപ്പിലിട്ട് പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ പരത്തുന്ന കോലിൽ നല്ലോണം ഒട്ടിപ്പിടിക്കും. അപ്പോൾ നമ്മൾ പരത്തുമ്പോൾ അതിൻ്റെ മുകളിൽ കൗണ്ടർ ടോപ്പ് ആണെങ്കിലും അല്ലെങ്കിൽ മാറ്റാണെങ്കിലും പരത്തുന്ന ഇതിൽ നമ്മൾ ഒട്ടിപ്പിടിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ബട്ടർ പേപ്പർ ഇട്ടെടുക്കാം. കൗണ്ടർ ടോപ്പിലാണെങ്കിൽ അടിയിലും ബട്ടർ പേപ്പർ ഇടാം. മാറ്റ് ആയതുകൊണ്ട് അടിയിൽ ബട്ടർ പേപ്പറിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മളിത് പരത്താൻ പോകണം. അപ്പോൾ പരത്തുമ്പോൾ ഇതിൻ്റെ മുകളിൽ ബട്ടർ പേപ്പർ ഇട്ടിട്ട് വേണം പരത്താനായിട്ട്, അല്ലെങ്കിൽ കുഴലിലൊക്കെ ഇതുപോലെ ഒട്ടിപ്പിടിക്കും. മൊത്തം നമുക്ക് പരത്തി കിട്ടില്ല. അപ്പോൾ ഞാനതിൻ്റെ മുകളിലൊരു ബട്ടർ പേപ്പർ ഇട്ടിട്ടാണ് പരത്തുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ചെയ്യുക. എന്നിട്ട് നമ്മളത് നല്ലോണം പരത്തി കൊടുക്കാം. ഒരു ചെറിയ രീതിയിൽ കട്ടി വേണം, ഓവറായിട്ട് നൈസായി പോകരുത്. അതുപോലെ നല്ല കട്ടിയും വേണ്ട, ഒരു മീഡിയം സൈസിലുള്ളൊരു കട്ടി മതി. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് കട്ടേഴ്സ് ഉണ്ട്, ബിസ്ക്കറ്റ് കട്ടേഴ്സ് അല്ലെങ്കിൽ പ്ലം കട്ടേഴ്സൊക്കെ ഇല്ലേ, നമ്മൾ ഫോണ്ടനിനൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ കട്ടേഴ്സ്, കുക്കീസ് കട്ടർ കിട്ടും. കുക്കീസ് കട്ടർ വെച്ച് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അതായത് ഇത്രയും കട്ടി വേണം, അല്ലെങ്കിൽ ഇത് പോരത്തില്ല, നമ്മുടെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും, മാറ്റിൽ നിന്ന് ഇങ്ങോട്ട് പോരത്തില്ല. അപ്പോൾ ഒരു മീഡിയം സൈസ് കട്ടിയിൽ തന്നെ നമ്മൾ എടുക്കുമ്പോഴും ശ്രദ്ധിക്കണം, അത് ഒട്ടിപ്പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. നമ്മളിതുപോലെ ഏത് ഷേപ്പിലും നമുക്ക് കുക്കീസ് കട്ടർ കിട്ടുന്നതാണ്. കുക്കീസ് കട്ടർ നമ്മൾ ഫോണ്ടൻ്റൊക്കെ കട്ട് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ പല ഷേപ്സിലും നമുക്ക് കിട്ടും. സ്റ്റാർ, ഹേർട്ട്, അതുപോലെ ഫ്ലവേഴ്സ്, അങ്ങനെ പല ഷേപ്സിലും കിട്ടും കട്ടേഴ്സ്. അതില്ലെങ്കിൽ നമ്മൾ സാധാ നമ്മുടെ നോസിൽസ് വെച്ച്, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും പാത്രത്തിൻ്റെ മൂടി, കുഞ്ഞു മൂടീസൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. കട്ടേഴ്സ് തന്നെ വേണമെന്നില്ല. പിന്നെ ഹേർട്ട് ഷേപ്പ് നമുക്കതുപോലെ ആക്കിയെടുക്കാം. കയ്യിൽ വെച്ച് റൗണ്ട് ചെയ്തിട്ട് ജസ്റ്റ് പരത്തി വെക്കാം. അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞു ബിസ്ക്കറ്റ് ഇടുന്ന പോലെ ചുമ്മാ റൗണ്ട് ചെയ്തിടാം. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ബാക്കി വരുവാണെങ്കിൽ നമ്മൾ ഒന്നുകൂടി കുഴച്ച് ഇതുപോലെ ബട്ടർ പേപ്പർ ഇട്ട് കട്ട് ചെയ്തെടുക്കാം.
ഇത് നമ്മൾ ഇപ്പോൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ബാക്കി വരുന്ന പൊടി എടുത്ത് പിന്നെയും കുഴച്ച് പരത്തി ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. അതിപ്പോൾ തീരുന്ന പിന്നെ ലാസ്റ്റൊക്കെ വരുവാണെങ്കിൽ കുഞ്ഞി കുഞ്ഞി റൗണ്ട് ചെയ്ത് വെക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ ഒരുവിധം ഫുള്ള് വെച്ചിട്ടുണ്ട്. നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഇത് നമ്മൾ 180 ഡിഗ്രി സെൽഷ്യസിൽ 25 മിനിറ്റ്സ് ആണ് ബേക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതേ നമ്മുടെ കുക്കീസ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവണം. യെല്ലോ കളർ തന്നെ നിൽക്കരുത്, ലൈറ്റ് ബ്രൗൺ കളർ ആകണം. അതാണ് കുക്കീസിൻ്റെ കറക്റ്റ്. അപ്പോൾ ഇതുപോലെ കറക്റ്റ് ഇങ്ങനെ ഈ ഒരു കളറായി കിട്ടണം. അപ്പോൾ നമ്മുടെ കസ്റ്റേർഡ് കുക്കീസ് റെഡി ആയിട്ടുണ്ട്.